ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കനായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 റെസിപ്പീസ് ഉണ്ട്. 3 വെറൈറ്റി റെസിപ്പീസ് ആണ്. നിങ്ങൾ അധികം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഈ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. 3 റെസിപ്പി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആലു ടിക്കിയാണ്. നല്ല സൂപ്പർ സ്നാക്കാണ് ഇത്. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിനകത്ത് ഞാനൊരു 1/4 കപ്പ് പാല് അത്രയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. ഇനി പാലില്ലെങ്കിലും വെള്ളത്തിലും ചെയ്യാം, പക്ഷെ പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പൊ ഞാൻ മൊത്തത്തിലൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതവിടെ കുതിർത്തി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകം, അതേപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ അരിപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പാലിൽ കുതിർത്തി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം ആദ്യമേ പാല് മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോവും. അപ്പൊ ബ്രെഡ് മാത്രം ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള അപ്പൊ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ കുറെ ടൈറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ പാല് ചേർത്താൽ മതി. നമ്മൾ ഈ അരിപ്പൊടിയും അതേപോലെ ബ്രെഡും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോളാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവുക. എന്നാലും നമുക്ക് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി വലുപ്പമൊന്നും വേണ്ട. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യില്ലേ, അതേ ഒരു ഷേപ്പ് തന്നെയാണ് വേണ്ടത്. ഇത് നമ്മൾ ബ്രെഡിൽ മുക്കി പൊരിക്കുന്നൊന്നും ഇല്ല. ഇത് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറം അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ ചെയ്യാം, സാധാരണ കട്ട്ലറ്റ് ചെയ്യണ പോലെ തന്നെ. അപ്പൊ എല്ലാം കൂടെ നമുക്ക് അതേപോലെ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും വേണ്ട, സാധാരണ ഓയിൽ മതി. ഞാൻ സൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു വേവേ ഇല്ല, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടുകയില്ല. അപ്പൊ 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ലത് ഫ്രൈ പാനിൽ ചെയ്യാണ്. അതാണ് കുറച്ചും കൂടെ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാം ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇത് നല്ല പുതിന ചട്നിയുടെ കൂടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിന്റെ കൂടെ ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാൻ നോക്കുക. നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു മാസത്തോളമൊക്കെ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ 3 റെസിപ്പിയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്കിനി അടുത്ത റെസിപ്പി എന്താ നോക്കാം. അടുത്തത് നല്ല കിഡിലനായിട്ടുള്ള ഒരു ഡോണറ്റ് ആണ്. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചിക്കൻ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ദേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാനൊരു മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പൊ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചാറ്റ് മസാല ഇല്ലാത്തവരാണെങ്കിൽ പകരം 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നമുക്ക് ആ ഡോണറ്റിന്റെ ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നന്നായിട്ട് കട്ടിയായി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഒരുപാടൊന്നും ചേർക്കണ്ട, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ മൈദ കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതാണെങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ വേണ്ടി വരുള്ളൂ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവണം, ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവണം. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ തേച്ചാലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കട്ടി വേണം, എന്നാലേ നമുക്ക് ഡോണറ്റിന്റെ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കട്ട്ലറ്റ് പോലെ പരത്തി എടുത്തിട്ട് ഉള്ളിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്, ഇത് കാണാൻ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ മുട്ടയ്ക്കകത്തോട് ഞാൻ കുരുമുളക് പൊടി ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബ്രെഡിൽ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എണ്ണയിലിടുമ്പോൾ പൊട്ടി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആണെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ബ്രെഡും മൈദയും നന്നായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പറയുന്നത്. അപ്പൊ അതേ ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് മിക്സിങ് ശരിയായിട്ടില്ലെങ്കിലും എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിപ്പോവും. കാരണം 1-2 പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയിൽ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ നമുക്കിനി എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഒരുപാട് ചൂടുള്ളപ്പോൾ ഇടണ്ട, കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 2 സൈഡ് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതങ്ങനെ ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല. നമ്മൾ ബ്രെഡൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ഓയിലൊന്നും കുടിക്കില്ല. അപ്പൊ 2 സൈഡും നല്ല കളർ ആവുന്നവരെ ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ കുടിക്കില്ല. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ടൊമാറ്റോ സോസിന്റെ കൂടെ ആണെങ്കിലും മിന്റ് ചട്നിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താ നോക്കാം. അടുത്തത് ഒരു സർപ്രൈസ് സ്നാക്ക് ആണ്, ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ സ്നാക്ക് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. ഒരു സർപ്രൈസ് സ്നാക്ക് ആണ്. ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ 2 ടൈപ്പ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. കാരണം ഇതിന്റെ കൂടെ മിന്റ് ചട്നി ഒക്കെ വരുന്നുണ്ട്, പുതിന ചട്നി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ ആണ്. നമുക്ക് ഓരോ കടിയിലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും കഴിക്കുന്ന സമയത്ത്. അപ്പൊ അതേ അതിന് എന്തൊക്കെയാ വേണ്ടതെന്നുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇത്തിരി പുളിയേ വേണ്ടുള്ളൂ. അതിന്റെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലൂസായി പോവും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അവിടെ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കുക. നല്ലോണം ഉടച്ചെടുക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ അളവിനനുസരിച്ച് പൊടികളുടെ അളവും വ്യത്യസ്തം വരുത്തണം. അപ്പൊ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. നമുക്ക് നല്ല കട്ടിയുള്ള ഒരു മാവ് പോലെ കിട്ടണം. അപ്പൊ അതിനാവശ്യത്തിന് അത്രയും നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ വലുപ്പത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇച്ചിരിയും കൂടെ ബ്രെഡ് ചേർത്ത് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്.
നല്ലൊരു ചപ്പാത്തി മാവിന്റെ ആ ഒരു പരുവത്തിലേക്ക് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചമ്മന്തി വെച്ച് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മുട്ട ഒരു ചെറിയ പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നല്ല സിമ്പിൾ ആണ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ മാവ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ചമ്മന്തി മുട്ടയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 3 റെസിപ്പീന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഞാൻ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെ ഇനി നമുക്കിത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ബ്രെഡിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പതഞ്ഞു വരില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മുഴുവനായിട്ടും എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതേപോലെ തന്നെ നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇതിലും അങ്ങനെ തന്നെയാണ്, എണ്ണ ഒട്ടും കുടിക്കില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് എടുക്കാൻ നോക്കുക, എപ്പോഴും പറയണ പോലെ തന്നെ. അപ്പൊ അതെ, ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഇത് നമുക്ക് സോസിന്റെ കൂടെ, ടൊമാറ്റോ സോസിന്റെ കൂടെയും അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്ക് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാ. അപ്പൊ ചില ആൾക്കാർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 3 റെസിപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് 3ഉം കൂടെ ഞാൻ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അധിക പേരൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.